നമസ്കാരം. കേരള ക്രിക്കറ്റ് അസോസിയേഷന് പുതിയ ഭാരവാഹികളായിരിക്കുന്നു. ശ്രീജിത്ത് പി നായർ പ്രസിഡന്റും വിനോദ് എസ് കുമാർ സെക്രട്ടറിയുമായ ഭരണസമിതിയിൽ തൃശ്ശൂരിൽ നിന്നുള്ള കെ സതീഷാണ് വൈസ് പ്രസിഡന്റ്. ഒപ്പം തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർ ഓരോരുത്തരായി ആദ്യം പരിചയപ്പെടും. ഞാൻ നന്ദകുമാർ, കൊടകരയാണ് വീട്, തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷററാണ്. ഞാൻ ജോസ് പാൽ, തൃശ്ശൂരാണ് വീട്, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാനാണ് സതീഷ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നോമിനിയാണ്. എൻ്റെ പേര് ഇഗ്നി മാത്യു, ഞാൻ തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ഒക്കെ ഭാവിയിൽ ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾ, അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, അതിനെല്ലാം കുറിച്ച് ഇവർ വിശദീകരിക്കും. ആദ്യമായി തന്നെ ശ്രീ കെ സതീഷിലേക്കാണ്. വലിയൊരു ഉത്തരവാദിത്വമാണ് അങ്ങയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങ് കുറേ കാലങ്ങളായി ക്രിക്കറ്റിൻ്റെ സംഘാടന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പുതിയൊരു ഭരണസമിതി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നു. ഏത് പദ്ധതിക്കാണ് ആദ്യമായി മുൻഗണന കൊടുക്കുന്നത്? ആദ്യമായിട്ട് വരുന്നത് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനും അതുപോലെ തന്നെ തൃശ്ശൂർ, പത്തനംതിട്ട, കാലിക്കറ്റ്, എറണാകുളം എന്നീ ജില്ലകളിലും, ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം ബി ക്ലാസ് സ്റ്റേഡിയവും, എറണാകുളത്ത് അങ്കമാലിയിലൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലുള്ള പ്രോഗ്രാമിലാണ് KCA പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ, ചില സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളത് സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതിനുശേഷമേ അതിൻ്റെ പർച്ചേസുകളിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ അവിടേക്കാണ്. എത്രയും പെട്ടെന്ന് സ്റ്റേഡിയത്തിലുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് പണി തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. BCCI കൂടി ഫണ്ടൊക്കെ പാസ്സായി എടുക്കുന്നതാണ്. ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമേ ബാക്കി ഇടുന്നുള്ളൂ. അതുകൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിലേക്ക് പ്രവേശിക്കും. ഈ കൊച്ചിയിലെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെക്കുറിച്ച് കുറേ കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. KCAക്ക് സ്വന്തമായിട്ട് കൊച്ചിയിലൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ആ പരിപാടികളൊക്കെ എവിടം വരെ എത്തി? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു 15 ഏക്കേഴ്സ് ഒരാളുടെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ സർക്കാർ റൂളുണ്ടല്ലോ. അതിൽ നിന്നൊരു സ്പോർട്സ് സംഘടന നൽകി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് പർച്ചേസിന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം വേണേൽ അറിയാലോ. അപ്പോൾ ആ സ്പോർട്സ് സംഘടന എന്ന പേരിൽ നമുക്ക് അത് അലോചിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ നിയമസഭ അംഗീകരിച്ചിട്ടുണ്ട്. അത് ഓൺ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ ഞാൻ വരാം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഇഗ്നി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ 1996 മുതൽ വളരെ സജീവമായിട്ട് 2013 വരെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു അസോസിയേഷനായിരുന്നു. 2013 ശേഷം ഒരു 7 വർഷത്തോളം തൃശ്ശൂർ അസോസിയേഷൻ ഇല്ലാതായിപ്പോയി. ഇല്ലാതായിപ്പോയത് ഇവിടെ ചെറിയ ലോക്കൽ പൊളിറ്റിക്സും പല ആൾക്കാരുടെ കുത്തിത്തിരിപ്പൊക്കെ കാരണം അത് ഇല്ലാണ്ടായിപ്പോയി. തൃശ്ശൂരത്തെ ക്രിക്കറ്റ് തന്നെ നശിച്ചു പോയ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം 2020 ഞങ്ങൾ പുതിയ ഭാരവാഹികൾ വന്ന് റിക്കവർ ചെയ്ത് എടുത്തത്. 2020 ശേഷം 25 വരെ നടന്നു. അത് 25 ശേഷം പുതിയ വീണ്ടും ഭാരവാഹികൾ എടുത്തു. തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ നമ്പർ 1 അസോസിയേഷനിൽ ഒരു അസോസിയേഷനാണ്. തൃശ്ശൂർ ഇപ്പോൾ Under-14 ആയാലും Under-16 ആയാലും Under-21 ടീമുകളിലൊക്കെ ആയാലും തൃശ്ശൂരിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ്. Under-14 ടീം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ തന്നെയാണ് വിന്നേഴ്സ്. അപ്പോൾ പുതിയ ബഡ്സിനെ തിരഞ്ഞെടുക്കുന്നതും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും തൃശ്ശൂർ ജില്ല വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു സ്റ്റേഡിയം സ്വന്തമായിട്ട് ഇല്ല എന്നുള്ളൊരു കുറവ് വളരെ ഇതായിട്ടുണ്ടെങ്കിലും വളരെ കാലമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ KCA നമുക്ക് ഒരു സ്റ്റേഡിയത്തിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സതീശനെ പോലെയുള്ളവർ വന്ന് അത് നമുക്ക് പെട്ടെന്ന് ആക്കിത്തരുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഏതാണ്ട് സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മാസത്തിനുള്ളിൽ അതിൻ്റെ തീർവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടിൻ്റെ പണി തുടങ്ങാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കെ സതീഷ്, ഈ പുതിയ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ വന്ന ഉടനെ തന്നെ ഒരു വർഷത്തെ ഒരു കർമ്മ പദ്ധതിയെക്കുറിച്ച് കേട്ടിരുന്നു. എന്താ കേരള ക്രിക്കറ്റിനെ ഒരു രാജ്യാന്തര തലത്തിലേക്കൊക്കെ ഉയർത്തുന്ന നിരവധി നിർദ്ദേശങ്ങൾ അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ പറയാമോ? അല്ല, ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കായിട്ടൊരു ഹൈ പവർ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ പല കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ പഴയ കാലത്തെ മാതിരിയല്ല, അവസരങ്ങൾ ഒരുപാട് കൊടുക്കുന്ന രീതിയിൽ NSK ടൂർണമെൻറ്റ് എറണാകുളത്തെ ഒരാളുടെ പേരിൽ നടന്ന ടൂർണമെൻറ്റാണ്. അതിലൊരുവിധം കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ചാൻസ് കിട്ടും. അതിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ നമ്മളെ KCAയിൽ വെച്ചുകൊണ്ട് KCAയിൽ പെർഫോമൻസ്, അത് കോൺട്രാക്റ്റാണ്, അതായത് ഓരോരുത്തർ വിളിച്ചെടുക്കുന്ന സംഭവമാണ്. IPL മാതിരി തന്നെ KCL അവർ ബൈ ചെയ്യുന്നു അവരെ. അപ്പോൾ ആ നിലയ്ക്കും ഒരുപാട് പ്ലേയേഴ്സിന് ഒരു നിസ്സാര പ്ലെയർ പോലും പെർഫോം ചെയ്തിട്ട് പുറത്തിരിക്കേണ്ട അവസ്ഥ വരില്ല.
അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ച് കെ സി എല്ലിട്ട് കെ സി എല്ലിൽ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കെ സി അവരെ കൺസിഡർ ചെയ്യും. അതിലുള്ള എല്ലാ അവസ്ഥകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ വിവൺ ക്രിക്കറ്റിലേക്കും ഇപ്പോൾ WP-യിലും വരാൻ പോവാണ് നമ്മുടെ കേരളത്തിൽ. ഒരു എല്ലാ മേഖലകളിലും ജൂനിയേഴ്സിനെയോ ഏതെങ്കിലും ഒരു പ്ലെയറെ വിട്ടു പോവാത്ത രീതിയിൽ അത് പിടിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതിയിലൂടെയും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജില്ലയിൽ ഈ താഴെ തട്ടിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് ക്രിക്കറ്റിലേക്കൊക്കെ കൊണ്ടുവരാനും അവരിലെ പ്രതിഭകളെയൊക്കെ മിനുക്കിയെടുക്കാനും ഒക്കെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് തന്നെ താഴെക്കെട്ടയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഊന്നൽ തന്നെ അണ്ടർ 14 ബോയ്സ് ഗേൾസാണ് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കാറ്. അണ്ടർ 14 അണ്ടർ 16 കാര്യമായ ശ്രദ്ധ കോച്ചുമാരെ വെച്ചും നേരിട്ട് നിന്നും നമ്മൾ മോണിറ്റർ ചെയ്ത് കുട്ടികളെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 19 അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഈ ജൂനിയർ ലെവലിൽ പിടിച്ചിട്ടുള്ള പല കുട്ടികളാണ്. ഇപ്പോൾ മുഹമ്മദ് ദിനാൻ ഫോർ എക്സാമ്പിൾ 14 വയസ്സിന് താഴെ ഉമ്മേൻ്റെ കൈയും പിടിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സെലക്ഷൻ വന്ന് ഇന്ത്യൻ ടീമിലെത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ 1 ഡേ ഇന്ത്യൻ ടീമിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് റിസൾട്ട്സ് വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. നമ്മുടെ നേരത്തെ സതീശൻ പറഞ്ഞ പോലെ അടിസ്ഥാന ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. ഞങ്ങളെല്ലാം ഡിപ്പെൻഡഡ് ടു ദ കോളേജസ്. ഞങ്ങൾക്ക് ഗ്രൗണ്ടില്ല. കേരളവർമ്മ എഞ്ചിനീയറിംഗ് കോളേജ്, സെൻറ് തോമസ് കോളേജൊക്കെ പഴയകാലം താങ്കൾ കാണുന്ന രീതി തന്നെയാണ് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നത്. താങ്കൾ കണ്ടറിയാം. അവിടെ ഒന്നും ക്രിക്കറ്റ് ഇന്നത്തെ ഒരു ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ നോ അതർ വേ. അപ്പോൾ അവിടെ തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേഡിയം വരിക എന്നുള്ളതും KCയുടെ പദ്ധതിയിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സതീശനെ പോലെ മീറ്റിങ്ങിൽ പോയി പ്രഷർ ചെയ്യലും എല്ലാം നടന്നിട്ടും പക്ഷേ ഈ ഗവൺമെൻറ് തടസ്സങ്ങളൊക്കെ മാറിയുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല കേരളത്തിലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്പർ 1 ജില്ല എന്ന ടാഗ് അടുത്ത തലമുറയും കൈമാറും, അല്ലെങ്കിൽ അടുത്ത തലമുറയും കൊണ്ടു നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ബേസിക് എയിം ഈസ് ടു സ്ട്രെങ്തൻ അവർ യങ്ങർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ ഒരു മിനിറ്റ് ഒരു കുട്ടി പറയാണെന്നുണ്ടെങ്കിലേ കഴിഞ്ഞ ഞങ്ങൾ 2020-25 കാലഘട്ടങ്ങളിലെ വലിയൊരു പ്രോജക്റ്റായിട്ട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു വിമൻസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. വിമൻസ് ക്രിക്കറ്റ് ഞാനപ്പോൾ ഒന്ന് ജോസ് പോളിനോട് ഞാൻ ചോദിച്ചു, വിമൻസ് ക്രിക്കറ്റ് നടത്തി നമുക്ക് ഇതാക്കാൻ പറ്റും. കാരണം ആദ്യത്തെ ഒരു കളി കണ്ടപ്പോൾ തന്നെ ഒരു ഓവർ കഴിയാൻ ഏതാണ്ട് 1 മണിക്കൂർ എടുക്കണം. അത്രയധികം വൈഡും വരണം ഇവരെറിയണേ. നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും നമുക്ക് ഇവർ പെൺകുട്ടികൾ തന്നെയാണോ കളിക്കണേന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അത്രയും നന്നായിട്ട് അവർ പെർഫോം ചെയ്തു. അതൊരു ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ ജോസ് പോളിനെ അഭിനന്ദിച്ചേ പറ്റും. ഈ കളിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ സംഘാടനം എന്നതും. ആ സംഘാടന രംഗത്ത് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാന വെല്ലുവിളി ഗ്രൗണ്ട് തന്നെയാണ്. നമുക്ക് റിസോഴ്സസ് ഉണ്ട്, ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട്, പല കോണുകളിൽ നിന്നും നമുക്ക് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നൊരു ഫൈനൽ നടന്നു, പ്രിലിമിനറി ലീഗ് എന്ന് പറഞ്ഞിട്ട്. അത് കൊടുങ്ങല്ലൂരുള്ള ടീമാണ് ചാമ്പ്യൻസ് ആയത്. എന്താ അവരുടെ പെർഫോമൻസ് എന്ന് അറിയോ? അവർ ഇപ്പോൾ നമ്മൾ D ഡിവിഷനിലേക്ക് അവർക്ക് എൻട്രി കൊടുക്കും. അവർ തീർച്ചയായിട്ടും പെർഫോം ചെയ്ത് A ഡിവിഷനിലെത്തും. അത്രയും നല്ല ടീമാണ്. ഇനി ഈ പങ്കെടുത്ത 6 ടീമുകളും നല്ല ഫോമിൽ തന്നെയാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സെക്രട്ടറിയും സതീഷും എല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് താഴെത്തട്ടിലുള്ള കുട്ടികൾക്കാണ്. അതായത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ അടുത്ത 11-ാം തീയതി തൊട്ട് ജനുവരി 11-ാം തീയതി തൊട്ട് നമ്മൾ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ WPL അതായത് വിമൻസ് പ്രീമിയർ ലീഗും ബോയ്സ് പ്രീമിയർ ലീഗും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വർഷം തൊട്ട് നമ്മൾ സ്കൂൾ ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതായത് ക്യാച്ച് ദ യങ് എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിൽ 16 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു ടൂർണമെൻറ്റ് 11-ാം തീയതി തൊട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് നല്ല രീതിയിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ അതിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളെ നമ്മളത്, ഇത് മിക്കവാറും സ്കൂൾ കുട്ടികളെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് അത്രയൊന്നും പൈസ സ്പെൻഡ് ചെയ്ത് വളരെയധികം പൈസ ചിലവഴിക്കേണ്ട ഒരു സംഭവമാണ്. ചിലവഴിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം നമ്മൾ അവരെ ഇത് ക്യാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാനാണ് ഞങ്ങൾ ആ ടൂർണമെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ശ്രീ കെ സതീഷ്, അടിസ്ഥാന സൗകര്യ വികസനം പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ താരങ്ങളുടെ ശാക്തീകരണവും ഏതു ഗെയിമിനെ സംബന്ധിച്ചും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഈ താരങ്ങളുടെ ശാക്തീകരണത്തിന് ഏത് ദിശയിലാണ് KCA വരുംകാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? അല്ല, ഒരു വിധം നമ്മൾ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇന്ത്യയിലെ എല്ലാ പ്ലേയേഴ്സും പെട്ടെന്ന് കയറി വരാവുന്നൊരു സംഭവം IPL ആണ്. ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ സഞ്ജു V സാംസൺ ആയാലും കേരള ക്രിക്കറ്റിലെ പെർഫോമൻസ് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് IPL പെർഫോമൻസ് അനുസരിച്ചാണ് ഇന്ത്യൻ ടീമിൽ കയറി കൂടിയിരിക്കുന്നത്. അപ്പോൾ അതുമാതിരിയുള്ള പെർഫോമൻസ് ഇനിയും വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും IPL കയറി വരുന്നുണ്ട്. ആ രീതിയിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ 1 ഡേ ക്രിക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഇൻ്റർ സ്റ്റേറ്റ് മാച്ചസ്. അതിൽ കേരളത്തിൻ്റെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ്. 2-3 തവണയായി അവർ 300+ അടിച്ചുകൊണ്ട് ചേസ് ചെയ്തുകൊണ്ട് വിജയിക്കുന്നത്.
അപ്പോൾ പ്രതിഭകളില്ലാതെ പറയാൻ പറ്റില്ല. ഇനി അവർക്ക് കുറച്ചൊക്കെ IPL ഒരു ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് ഇനിയും താരങ്ങൾ വന്നുകൊണ്ടിരിക്കും, സംശയമില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ കഴിഞ്ഞ തവണ നമ്മൾ രഞ്ജി ട്രോഫി റണ്ണേഴ്സ് അപ്പാണ്. അത് ഫ്ലൂക്കിൽ വന്നതാണെന്നുള്ള അഭിപ്രായത്തിലൊന്നും അല്ല എനിക്കൊന്നും. കാരണം എന്താ വെച്ചാൽ ഇത്തവണ ഏറ്റവും പറ്റിയത് സൽമാൻ നിസാർ എന്ന നമ്മുടെ പ്ലെയർ ഉണ്ടായിരുന്നു, ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പ്ലെയറാണ്. അയാൾ ഇഞ്ചുറി, അയാൾക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ പലപ്പോഴും നമുക്ക് കുറേ മൈനസുകൾ സംഭവിച്ചു പ്ലെയേഴ്സിൻ്റെ അവസ്ഥയിൽ. അല്ലെങ്കിൽ ഇത്തവണ പെർഫോമൻസ് ഉണ്ടായാലും സംശയമില്ല. അപ്പം ഏറെക്കുറെ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അസോസിയേഷനെ സംബന്ധിച്ച്, ഏത് അസോസിയേഷനെ സംബന്ധിച്ചായാലും ഈ ഭരണകൂടങ്ങളുടെ പിന്തുണ, അവരുടെ സഹായ സഹകരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. താങ്കൾ തുടക്കത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ കേരള സർക്കാർ ഈ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ഭൂനികുതിയിൽ ഇളവ് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാണ് KC ഉദ്ദേശിക്കുന്നത്? കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് എവിടെയാണോ നമുക്ക് ആവശ്യത്തിന് സ്ഥലവും സൗകര്യവും ആവശ്യമുള്ളത് അതിനനുസരിച്ച് എവിടെയും കൺസ്ട്രക്ട് ചെയ്യാൻ തയ്യാറാണ് നമ്മൾ എപ്പോഴായാലും. ഈവൻ നമ്മൾ സർക്കാരിന് വേണ്ടി തന്നെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് മൂന്നാറിലുള്ള ഗവൺമെൻറ് സ്ഥലം നമ്മളത് വർക്കൗട്ട് ചെയ്ത് സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഈവൻ അതുപോലെ തന്നെ മറ്റേ ഇവിടെ എന്താണ് എറണാകുളത്ത് മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താ, എന്ത് കോളേജാണ് നമ്മുടെ ശ്രീശങ്കര കോളേജിൽ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ലീസിന് സ്ഥലം നോക്കുന്നുണ്ട്, സ്വന്തമായിട്ട് സ്ഥലം നോക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരിവെയർ നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ട് BCCI എന്നുള്ള ഫണ്ടും വരുന്നുണ്ട്. അതൊന്നും പ്രോബ്ലം അല്ല. ടെക്നിക്കൽ പ്രശ്നങ്ങൾ കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ഈ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ നിരവധി ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ തലങ്ങളിലൊക്കെ പുതിയ കുട്ടികളെ നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കി, ഈ ക്രിക്കറ്റ് പോലുള്ള വലിയ ജനകീയ ഗെയിമാണെങ്കിൽ കൂടി അവരെ അവരുടേതായ രീതിയിൽ അവരുടെ പ്രതിഭകളെ കണ്ടെത്തി കൂടുതൽ പരിശീലന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പണം തന്നെയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ധനസമാഹരണത്തിനും കുട്ടികളെ കൂടുതലായിട്ട് ഈ അവരുടെ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമൊക്കെ ഏതൊക്കെ ദിശയിലുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത്? ആദ്യമായി തന്നെ പൊതുവേ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ സ്പോർട്സ് അസോസിയേഷനുകളിൽ ഒരു മെമ്പർഷിപ്പ്, ഒരു ക്ലബ്ബ് അപ്ലൈ ചെയ്താൽ കൊടുക്കില്ല എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ട്. അത് കൊടുക്കാതെ മനഃപൂർവ്വം കൊടുക്കാത്തതൊന്നുമല്ല. തൃശ്ശൂർ ജില്ലയെ ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം 44 ക്ലബ്ബുകൾ തന്നെയുണ്ട്. ഈ 44 കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ റൂളും ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരുടെ റൂൾ അനുസരിച്ച് നമ്മൾ ഈ 44 ടീമും ലീഗ് കളിച്ചിരിക്കണം. ലീഗ് കളിക്കാൻ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കാണാം തൃശ്ശൂർ ജില്ലയിലെ സ്ഥല സൗകര്യങ്ങൾ എന്തോരുണ്ട്, ഗ്രൗണ്ട് എത്രയുണ്ട്, 6 മാസം മഴ. ഈ 6 മാസത്തിനുള്ളിൽ ഈ ഇത്രയും കളികൾ, ഏതാണ്ട് 200 ചില്ലാൻ കളികൾ നടത്തി തീർക്കണം. അപ്പോൾ ഒരു പുതിയൊരു ക്ലബ്ബ് വന്നാൽ ആ ക്ലബിന് 6-7 കളി കളിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലബിൻ്റെ അംഗത്വം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇല്ല എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ അത് തന്നെ ഈ കൊല്ലം നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ എന്തായാലും ഇവരാരും നിരാശരാക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എങ്ങനെയും ഒരു ക്ലബിന് 1 വർഷം മെമ്പർഷിപ്പ് കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ് നേരത്തെ ട്രഷറർ സൂചിപ്പിച്ചമാരെ ബിഗിനേഴ്സിനൊരു ടൂർണമെൻ്റ് നടത്തി 6 ടീം രജിസ്റ്റർ ചെയ്തു. അതിലിപ്പോൾ ഇന്ന് ഫൈനലായിരുന്നു അല്ലേ, അതിൽ ഫൈനലായിരുന്നു. അതിലൊരു ടീം വിൻ ചെയ്തു. ആ ടീമിന് ഞങ്ങൾ എന്തെങ്കിലും അംഗത്വം കൊടുക്കും. അങ്ങനെ ഇതാക്കി ക്രോഡീകരിച്ചാണ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ലീഗ് മാച്ചസ് കണ്ടക്ട് ചെയ്യാൻ നമ്മളിവിടെ ഇവിടെ സ്ഥലമില്ല, നമ്മളിവിടെ ആവില്ല. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. പൊതുജനത്തിന് പൊത്തൊരു അഭിപ്രായം ക്ലബ്ബ് അസോസിയേഷനുകൾ വന്നു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ആൾക്കാർ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. അതല്ല, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവൈലബിലിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും തന്നെ കളികൾ നടത്താൻ വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KCA ആയാലും അതിനെ BCCI ആയാലും അതിനാണ് ഇപ്പോൾ മുൻകൊണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഗ്രൗണ്ട് നമ്മുടെ കയ്യിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ് 15 ഏക്കറിന് മേലെ ഒരു സ്ഥലം ഒരാൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതേസമയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 15 ഏക്കറിന് മേലെ സ്ഥലം കയ്യിൽ കിടക്കുകയാണ്. വേറൊരു സ്ഥലം അവർക്ക് കഴിക്കാനും പറ്റാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ അളവ് കിട്ടി. ഇനി പെട്ടെന്നായിരിക്കും നമ്മുടെ പ്രോഗ്രാമുകൾ. ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിൽ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈവൻ കളിക്കാൻ വരുന്ന കുട്ടികൾ തന്നെ എത്ര രജിസ്ട്രേഷൻ ഫീസ് വെച്ചാലും അവർ തരാൻ തയ്യാറാണ്. അതിനൊരു സ്പോൺസേഴ്സ് വരാൻ തയ്യാറാണ്. സ്പോൺസേഴ്സിന് നമ്മളൊന്ന് ഒരു ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്താൽ മതി, അപ്പോൾ സ്പോൺസേഴ്സ് കിട്ടുമെന്ന് നമുക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഈ സ്റ്റേഡിയങ്ങൾ, പുതിയ സ്റ്റേഡിയത്തെക്കുറിച്ച്, അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെക്കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ നമുക്കിപ്പോൾ നിലവിൽ കാര്യവട്ടത്തെ സ്പോർട്സ് ക്ലബ്ബ്, ഇപ്പോൾ എറണാകുളത്തെ സ്റ്റേഡിയം ആയാലും മൂന്നാറിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ആയാലും ഒക്കെ നമ്മുടെ കൈവശമുണ്ട്. ആ ക്രിക്കറ്റ് അസോസിയേഷൻ ഉടമസ്ഥയിൽ അല്ലെങ്കിൽ കൂടി അത്തരം സ്റ്റേഡിയങ്ങളിൽ എന്തെങ്കിലും പദ്ധതികൾ അതിൻ്റെ നവീകരണത്തിനൊക്കെ ആലോചിക്കുന്നുണ്ടോ?
ഈ കാര്യവട്ടത്തെ സ്റ്റേഡിയം ഓൾറെഡി ഞങ്ങളോട് വിലക്കെടുക്കാവുന്നൊരു കണ്ടീഷനൊക്കെ ആലോചിക്കുന്നത്, അതൊന്നും തീരുമാനമായിട്ടില്ല, പറയാതൊന്നും ആയിട്ടില്ല, പ്രപ്പോസലൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ എറണാകുളത്തെ സ്റ്റേഡിയത്തിനെ പറ്റി നമുക്കറിയാമല്ലോ, അതൊക്കെ മറ്റേ ഫുട്ബോൾ അസോസിയേഷന് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്ന സാധനമാണ്, അതിൻ്റെ ഒന്നും ചെയ്യാനില്ല. പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു ബി ക്ലാസ് ലെവലിലേ ഉള്ളൂ. ഈവൻ കാര്യവട്ടത്ത് പോലും നമുക്കൊരു 32,000-35,000 ആൾക്കാരെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. എറണാകുളത്ത് സ്റ്റേഡിയം ആണെങ്കിൽ ബിലോ 1 lakh കൊള്ളും അതിൽ. അപ്പോൾ അത് പോരാ ശരിക്കും കാര്യവട്ടത്തെ ആകുമ്പോൾ. നമുക്ക് ഈ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുക 35,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാസുകളൊക്കെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടി വലിയ സ്റ്റേഡിയം അത് വരണം, അതാണ് എൻ്റെ ഒരു രീതി. നേരത്തെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഈ വനിതാ താരങ്ങൾ, വനിതാ പ്രീമിയർ ലീഗ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആ ദിശയിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഏറ്റവും ആദ്യം മുതലേ വനിതാ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് വയനാട്ടിൽ വനിതാ ക്രിക്കറ്റേഴ്സിന് മാത്രമായിട്ടൊരു അക്കാഡമി ഉണ്ട്. ആ അക്കാഡമിയിലെ കുട്ടികളാണ് നിങ്ങൾ ഈ കേൾക്കുന്ന മിന്നുമണിയും അവരൊക്കെ. എല്ലാ കുട്ടികളും ഒരുവിധം 4, 5, 6 കുട്ടികൾ സ്റ്റേറ്റും ഇൻ്റർനാഷണലായിട്ട് 3 പേരും കളിച്ചിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ അത് വനിതാ ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങിയിട്ട് നിയർലി എൻ്റെ അറിവിലൊരു 10-12 വർഷം മേലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലവും കാണുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഈ വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആലോചനകളിൽ എവിടം വരെ? അത് മിക്കവാറും വെരി നെക്സ്റ്റ് മീറ്റിങ്ങിൽ വർക്കൗട്ട് ആവും, നടക്കും എന്തായാലും, സംശയമില്ല. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറിയും ഈ കളിയുടെ കാര്യങ്ങളിലും വളരെ എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ആളാണ്. എല്ലാ കളിയും വാച്ച് ചെയ്ത് എവിടേക്കാണ് പെർഫോമൻസ് നോക്കി നടത്താൻ പറ്റാവുന്ന ഒരാളുമാണ് വിനോദ് എസ് കുമാർ. ഗെയിമിൻ്റെ കാര്യത്തിൽ ആളെ നോക്കണ്ട. നമ്മൾ ഈ നഗരങ്ങളൊക്കെ വിട്ട് ഗ്രാമങ്ങളിലേക്കൊക്കെ കൂടുതൽ ഇറങ്ങിച്ചെന്ന് പുതിയ പുതിയ കളിക്കാരെ കണ്ടെത്തുന്നതിന് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ഞങ്ങൾ പിക്ക് ദ യങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് അത് ലോക്കലി നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോസ്റ്റൽ ബെൽറ്റ് ഉണ്ടല്ലോ, കോസ്റ്റൽ ബെൽറ്റിൽ നിന്നായിരിക്കും എപ്പോഴും പേസ് ബോളേഴ്സിൻ്റെ ഒരു റോ ടാലൻറ്റ് വരിക. നമ്മുടെ ഞാനിപ്പോൾ ഇതായി പറയില്ല, ടൗണിലെ ഇപ്പോൾ ദേവമാത സ്കൂൾ അല്ലെങ്കിൽ ഹരിശ്രീ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ പോലെ അല്ല അവിടെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ. റഫ് ആൻഡ് ടഫ് ക്രിക്കറ്റാണ് അവർ കളിക്കുക. എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഉണ്ട് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ പ്ലെയർ, തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ പ്ലെയർ ഷറഫുദ്ദീൻ. അപ്പോൾ IPL നമ്പർ 1 ഓൾറൗണ്ടറൊക്കെ ആയിട്ട് കിട്ടുന്ന ആളാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളത് കൂടുതൽ ശ്രദ്ധിച്ച് പേസ് ബോളേഴ്സിനെ കണ്ടുപിടിക്കുന്നത് വെച്ച് പിക്ക് ദ യങ് എന്ന് പറഞ്ഞ പരിപാടി നടത്താറുണ്ട്. ഈ ടാലൻറ്റ് സെർച്ച് എന്ന് പറഞ്ഞ പരിപാടി നടത്താറുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം മാറ്റിംഗ് വിക്കറ്റിൽ കളിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ ആ മാറ്റിംഗ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ടർഫ് വിക്കറ്റിലാണ്. ഇനിയൊരു തലമുറ മാറ്റിൽ കളിക്കുന്നതിലും അർത്ഥമില്ല, ടർഫ് വിക്കറ്റിൽ കളിക്കാൻ തന്നെ വേണം. അതിനുള്ളൊരു വലിയ ആലോചനയിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതും ഫോൺ ചെയ്യുന്നതും. ഗ്രൗണ്ട് ഇതെങ്ങനെ ശരിയാക്കിയെടുക്കാം. ഞങ്ങളൊക്കെ എൻഡ് ഓഫ് ദി കരിയറാണ്, കുറച്ചുകൂടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാറാറായി ഒടുങ്ങിയ ആൾക്കാരാണ്. അടുത്ത തലമുറ വരുമ്പോഴെങ്കിലും അവരിനി നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ കളിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ടാണ് സതീശൻ അവിടെ വൈസ് പ്രസിഡൻ്റ് ആയപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അവിടെ ആളുണ്ടാവും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരാനും താനൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ഈസ് വെരി ടാലൻറ്റഡ് ഡിസ്ട്രിക്ട്, എക്സ്പെഷ്യലി ദിസ് കോസ്റ്റൽ ഏരിയ. ഉഗ്രൻ ടാലൻസ് ഉണ്ട് അവിടെ. വി ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സെർച്ച് ഇറ്റ് ഔട്ട്. ഈ പുതിയ ക്ലബ്ബുകളൊക്കെ കൂടുതലായിട്ട് അസോസിയേഷനിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരൊക്കെ ഏതൊക്കെ രീതിയിൽ ഉൾക്കൊണ്ടാണ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്? നമ്മൾ ലീഗാണ് മെയിനായിട്ട് അവരോട് പറയുന്നത്. ലീഗ് മാച്ചസ് എല്ലാവരും കളിക്കണം. ലീഗ് മാച്ചസ് കളിച്ചാലേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ABCD 3 ഡിവിഷനിലാണ് ഇപ്പോൾ ലീഗ് മാച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ D-ന്നാണ് തുടങ്ങുക. D-ന്ന് വിന്നേഴ്സ് 2 ടീമുകൾ സിയിലേക്ക് അടക്കും, C-ന്ന് B-യിലേക്ക് അടക്കും, B-ന്ന് A-യിലേക്ക് അടക്കും. അപ്പോൾ A-യിൽ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. ഏറ്റവും ടോപ്പ് ടീംസാണ് അവിടെ നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും വാശിയേറിയ മത്സരങ്ങളാണ് ലീഗ് മാച്ചുകളിൽ നടക്കുന്നത്. അതിലേക്ക് നമ്മൾ പ്ലെയേഴ്സിനെ മാക്സിമം, അതായത് ഓരോ ക്ലബ്ബുകളും മാക്സിമം അവർ ഇത് ചെയ്ത് അവർ മാക്സിമം നല്ല മാച്ചുകളൊക്കെ നടത്താൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലബ്ബുകളോട് നമ്മൾ പറയുന്നത് ടൂർണമെൻറ്റ്സ് നടത്താനാണ്. ടൂർണമെൻറ്റ്സ് നടത്തുമ്പോൾ മറ്റുള്ള ക്ലബ്ബുകൾക്കും ഈ ജില്ലയ്ക്ക് പുറമുള്ള ക്ലബ്ബുകളും പരമാവധി വന്ന് അവർ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ പരമാവധി ലീഗ് മാച്ചസിന് പുറമെ ടൂർണമെൻറ്റുകളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും ഹോൾഡേയ്സിൽ, അതായത് ഇപ്പോൾ ഞായറാഴ്ച ആയാലും മറ്റുള്ള ഹോൾഡേയ്സ് ആയാലും പല അവൈലബിൾ ഗ്രൗണ്ട്സിലെല്ലാം മാച്ചസ് നടത്തുന്നുണ്ട്. ഓരോ ക്ലബ്ബുകളും അവരുടെ ഇൻട്രസ്റ്റിൽ മാച്ചുകൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ശ്രീ K. സതീഷ്, ഏതൊരു അസോസിയേഷൻ്റെയും വിജയം ആ അസോസിയേഷൻ ഭാരവാഹികളുടെ കൂട്ടായ്മയും ഒരു സുതാര്യമായൊരു ഭരണവും നിലനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഈ പുതിയൊരു ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ അക്കാര്യത്തിൽ എത്രത്തോളം ശുഭപ്രതീക്ഷയുണ്ട്? കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 ടേം ആയിട്ട് തന്നെ അവിടെ ഇലക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് തന്നെ വലിയൊരു വിജയമല്ലേ. നമ്മൾ ഏകപക്ഷീയമായിട്ടൊരു പാനലിലേക്ക് ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്നു, അത് യുനാനിമസ്ലി എലക്ട് ചെയ്യുന്നു. അവിടെ വേറെ പൊളിറ്റിക്സ് ഒന്നുമില്ല. പൊളിറ്റീഷ്യന്മാരുണ്ടാവാം കേരള ക്രിക്കറ്റിൽ, പക്ഷേ പൊളിറ്റിക്സ് അല്ലേ, ഇന്ത്യയിലായിട്ട് പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവിടെ അതൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്ന ഒരു സംവിധാനം തന്നെയാണ്. അങ്ങനെ മുമ്പത്തെ മറ്റു കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 2 ഗ്രൂപ്പായിട്ടുള്ള മത്സരവും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, വളരെ ഫ്രീ ആണ്. നമ്മൾ സീനിയോറിറ്റിയും അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിയും അല്ലെങ്കിൽ ചില ഏരിയകളുടെ ചില സോണുകളിലുള്ള ആൾക്കാരുടെ കഴിവൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാനൽ ഉണ്ടാക്കുന്നു, അതിനെ നിർത്തുന്നു. ഒപ്പോസ് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ തന്നെ അത് കടന്നു പോകുന്നു. അത്രയേ ഉള്ളൂ. ഒരു മത്സരം ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റിന് ശുഭകരമായൊരു ഭാവി തന്നെയാണുള്ളത്. ആ ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്താൻ ഈ ഭാരവാഹികൾക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.